ഇന്നൊരു അവധി ദിവസമായിരുന്നു, ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തെ ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഹാപ്പി ഡേ എന്ന് പറയാം. നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ രാവിലെ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇറങ്ങി ചെടികളൊക്കെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് വീക്കെൻഡല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് സാവധാനം പോലെ മതിയല്ലേ എല്ലാതും. ഞായറാഴ്ച ആകുമ്പോൾ പിന്നെ എല്ലാത്തിനും ഒരു മടിയാണല്ലോ അല്ലേ എല്ലാവർക്കും. പക്ഷേ ഞാൻ മടി ബാധിക്കാതിരിക്കാൻ കുറേ ശ്രമിക്കാറുണ്ട്. പക്ഷേ എങ്ങനെ പോയാലും അങ്ങനെ നേരം വഴുകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ 9:15 അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. ഉപ്പുമാവാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അരി കൊണ്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ എല്ലതും ചേർക്കുന്നുണ്ട്. ക്യാരറ്റ്, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി എന്നിവയൊക്കെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക. എന്നിട്ട് പൊടിയേരി ഉണ്ടല്ലോ, പൊടിയേരി കൊണ്ടുള്ള ഉപ്പുമാവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ അതുപോലത്തെ ഉപ്പുമാവാണ്. പക്ഷേ കുറച്ചധികം തന്നെ വെള്ളം വയ്ക്കണം, അപ്പോഴേ ഉപ്പുമാവ് നല്ല കറക്റ്റായിട്ട് വേവുള്ളൂ. റവയുടെ മാതിരി ഒപ്പത്തിനൊപ്പം വെള്ളം വെച്ചാലൊന്നും റെഡിയാവില്ല. നല്ലപോലെ വെള്ളം വയ്ക്കണം. 1 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം വയ്ക്കണം. അപ്പോൾ നല്ല ഉപ്പുമാവൊക്കെ റെഡിയായി. മക്കൾ കളിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ അവർ കളിച്ചതിന് ശേഷം പിന്നെ ഒന്ന് കുളിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിവിടെയൊക്കെ വൃത്തിയാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കൊന്ന് പോവുകയാണ്. ഒന്ന് ഞങ്ങൾ ലുലു മാൾ കാണാൻ വേണ്ടി പോവുക. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഏട്ടനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശല്യം സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ പോവുകയാണ് കാണാൻ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഏട്ടനും ഇഷ്ടമൊക്കെയാണ്. ഞങ്ങളെ സന്തോഷത്തിനൊന്നും ഒരെതിരും പറയാറൊന്നുമില്ല. എല്ലാത്തിലും കൂട്ടത്തിൽ കൂടുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി, അന്നിപ്പം വലിയ മോനും ഒക്കെ ഉണ്ടായിരുന്നു, കണ്ണനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അധികം ഇവനിവിടെ ഹോസ്റ്റലിലല്ലേ ഉണ്ടാവാറ്. അപ്പോൾ വരുന്ന ദിവസം മാത്രമേ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഞങ്ങൾ പോവാറുള്ളൂ. ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോകാനൊരു മടി തോന്നും, ഒരു സന്തോഷമില്ലാത്ത പോലെ. നമ്മൾ മക്കളെല്ലാവരും ഉണ്ടാകുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷമുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു 11 മണിക്കാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല വീട്ടിൽ. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുകയാണ്. അപ്പോൾ അൽഫാമും കുഴിമന്തി ആണ് വാങ്ങിയത്. അപ്പോൾ അവിടെയുള്ള നല്ലൊരു ഹോട്ടലാണ് ഇത്, ഇതിനായിട്ടുള്ളൊരു സ്പെഷ്യൽ ഹോട്ടലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിതൊക്കെ വാങ്ങി ഓർഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. അധികം നമ്മൾ എവിടെ പോയാലും ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്യാറ്. ഇന്നിപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിയതാണ്. നന്നായിരുന്നു. അതിൻ്റെ ഒരു സ്പെഷ്യൽ ഹോട്ടൽ തന്നെയാണ്. ഇനി കോഴിക്കോട് വരുമ്പോൾ എല്ലാവരും ഈ ഒരു ഹോട്ടലിൽ നിന്ന് വന്ന് കഴിച്ച് നോക്കണം. നല്ല ഭക്ഷണമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ലുലു മാളിലെത്തി. അപ്പോഴേക്കും ആൾക്കാർ ഇങ്ങനെ വന്ന് നിറയുകയാണ് കേട്ടോ. ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ അത്ര വലിയൊരു തിരക്ക് എന്ന് പറയാനുണ്ടായിട്ടില്ല. ഫസ്റ്റൊക്കെ നല്ല തിരക്കായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ ക്രിസ്തുമസൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വിലക്കുറവ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു വിലക്കുറവില്ല, എന്നാൽ കൂടുതലും ഇല്ല. ഒരു മീഡിയം സൈസിലുള്ള ഇതൊക്കെ ഉള്ളൂ. വലിയൊരു ഇതൊന്നുമില്ല, വലിയ റേറ്റൊന്നുമില്ല. പിന്നെ ഓഫറുകളുണ്ട്, പല ഓഫറുകളും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതുപോലുള്ള സംഗതികളിലൊക്കെ വരുമ്പോൾ നമ്മളെ മനസ്സ് തന്നെ നല്ലൊരു സന്തോഷത്തിലേക്ക് വരും. കാരണം നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുക, ഓഫീസിലിരിക്കുന്നവരാണെങ്കിൽ ഓഫീസിലിരുന്നാകെ ഒരു മരവിപ്പാണല്ലോ നമ്മളെ മനസ്സിലേക്ക്. ഇതുപോലുള്ള ഷോപ്പിംഗ് മാളിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും വാങ്ങിയിട്ടില്ലെങ്കിലും നമ്മളെ മനസ്സൊക്കെ ഇതിനൊക്കെ ഒരു സന്തോഷമാവും നമുക്കൊക്കെ. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനത്തെയൊക്കെ ഓരോ കൗതുകമുള്ള ഓരോ സാധനങ്ങളും ഗെയിമിൻ്റെയും മറ്റതും മറിച്ചതൊക്കെ കാണുമ്പോൾ അവർക്കും അതേ ഒരു രസമാണ്. പിന്നെ ആവശ്യമുള്ളതൊക്കെ നമ്മൾ വാങ്ങിയാൽ മതി. നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ടുള്ള സംഗതികളൊക്കെ വാങ്ങുക. പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഇങ്ങനെ വാങ്ങിക്കൂട്ടി നമ്മൾ വെറുതെ പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെയും പാത്രങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി വെറുതെ നമ്മൾ നിറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുക്കളയിൽ അല്ലെങ്കിൽ തന്നെ സ്പേസ് ഇല്ലാത്തവരാകുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊന്നും നമുക്ക് വേണ്ടല്ലോ. പിന്നെ നല്ല റോയൽ ടൈപ്പുള്ള പാത്രങ്ങൾ നമ്മൾ ആരെങ്കിലുമൊക്കെ വന്നാലൊക്കെ പിന്നെ ഡിന്നർ സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വരാത്തവരൊക്കെ ഒന്ന് വന്ന് നോക്കുക. പിന്നെ കോഴിക്കോടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, അവർക്ക് എപ്പോഴും വരാമല്ലോ. വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങളും
ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അത് മോനൊക്കെയാണ് കേട്ടോ എടുത്തു തരുന്നത് വീഡിയോ, അതുകൊണ്ടാണ് കുറച്ച് ഷെയ്ക്കായിട്ടൊക്കെ തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. അപ്പോൾ വാങ്ങാൻ ഞങ്ങൾ പിന്നെ മുകളിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് പിന്നെ താഴത്തുനിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയത്. വാങ്ങാൻ കുറച്ച് സാധനങ്ങളൊക്കെ 10,000-2,000-3,000 ഉറുപ്പ്യൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അല്ലറ ചില്ലറയൊക്കെ ആയിട്ട്. കൂടുതലൊന്നും പാത്രങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പാത്രങ്ങളൊക്കെ ഒരുപാട് പാത്രങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ ഒരുപാട് വാങ്ങി വെക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പല നാട്ടിലുള്ള ഫ്രൂട്ട്സുകളും ഒക്കെ ഉണ്ട്. ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് പല ഐറ്റംസിലുള്ളത്. ഗ്രീൻ ആപ്പിള്, പിന്നെ എന്തൊക്കെയോ പേരുകളുണ്ട്. അതൊന്നും പേരുകൾ തന്നെ നമ്മൾ മുഴുവൻ കേട്ടിട്ടുണ്ടാവില്ല, അത്രയും ഫ്രൂട്ട്സ് കളക്ഷൻ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ നടന്ന് കണ്ടു. അപ്പം അങ്ങനെ ലുലു മോള് കണ്ടു പോന്നു. ഇപ്പം എല്ലാവരും ഇങ്ങനെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളവർ തന്നെ പോയി കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കും തന്നെ ഒന്ന് കാണാനുള്ളൊരു ആകാംക്ഷയാണ്. എന്താണ് സംഭവം എന്ന് നമുക്കും അറിയണമല്ലോ, നമ്മളെ നാട്ടിലുള്ളത് തന്നെയല്ലേ. അപ്പോൾ നമ്മളെ ഈ നാട്ടിൽ തന്നെ നല്ലൊരു ഷോപ്പിംഗ് മോളാണ് പിന്നെ ലുലു മോള്. അപ്പോൾ ഇതൊക്കെ നല്ല വെറൈറ്റി ഫ്രൂട്ട്സുകളാണ് കേട്ടോ. രണ്ടെണ്ണമൊക്കെ വാങ്ങുമ്പോഴേക്ക് തന്നെ 30-35 രൂപയൊക്കെയാണ് ഒരു പഴത്തിന് തന്നെ. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് എല്ലതും വാങ്ങിക്കണം എന്നൊക്കെ തോന്നും. അത് നമ്മളൊരു സ്വാഭാവികതയാണല്ലോ അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു സ്ഥലമാണ്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകാം. 2 നിലയായിട്ടുള്ള ഷോപ്പിംഗ് മോളാണ്. പിന്നെ ഫുഡിന് ഇതിനൊക്കെ കുറച്ച് വില കൂടുതലാണ് തോന്നുന്നുണ്ട്. പിന്നെ ബ്യൂട്ടി ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കയ്യിലൊക്കെ തേച്ചിട്ടും മുഖത്തൊക്കെ തേച്ചൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സാമ്പിളുകളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഒന്ന് വാരിപ്പൂച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഈ വക സാധനങ്ങളൊന്നും മുഖത്ത് തേക്കാറില്ല, അതുകൊണ്ട് തന്നെ അതൊന്നും വാങ്ങിയിട്ടുമില്ല. ഏറി വന്ന ഒരു നെയിൽ പോളിഷ് ഇടും. പിന്നെ നമ്മളെ സാധാരണ പൗഡറും അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമിങ്ങിൻ്റെ സ്ഥലമാണ്. കളിക്കുന്ന ഓരോ സംഗതികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് ലുലു മോൾ ഹൈപ്പർ മാർക്കറ്റ്. ഇപ്പോൾ കാർ പാർക്കിങ്ങിനും ഒക്കെ നല്ല സൗകര്യമുള്ള ഏരിയ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടലുണ്ടിപ്പുഴയുടെ തീരത്ത് കൂടെ കുറച്ച് നേരം ദിവാസ്വപ്നമൊക്കെ കണ്ട് നടന്നു. പിന്നെന്താ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഹൗസ് ബോട്ട് വന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി. അങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്പോൾ കുട്ടികൾക്കും നമ്മൾക്കും ഒക്കെ ഹാപ്പി ആയൊരു ജീവിതമായിരിക്കും ഉണ്ടാവുക. പിന്നെ വേണ്ടാത്ത ചിന്തകളും ഒക്കെ നമ്മളെ മനസ്സിൽ നിന്ന് നമുക്ക് മാറ്റാൻ കഴിയും. ഏത് വിഷമഘട്ടത്തിലും നമ്മൾ ഇതുപോലെയുള്ളൊരു യാത്ര ചെയ്താൽ നമുക്ക് ഒരുപാട് ആശ്വാസമാവും മനസ്സിന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം.